ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധം അവസാനിച്ചെങ്കിലും ഇറാന്റെ മേൽ ഒരു വിജയം നേടാൻ കഴിയാത്തതിന്റെ നാണക്കേട് ട്രംപിനെയും നെതന്യാഹുവിനെയും ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇവർ ഇറാനെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖാംനെയി തന്റെ ഔദാര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനികളുടെയും മുസ്ലിങ്ങളുടെയും ബഹുമാന്യരായ രാഷ്ട്രീയ മത നേതാക്കന്മാർക്കെതിരെയുള്ള ഈ അപമാനകരവും ഭീഷണിപ്പെടുത്തുന്നതുമായുള്ള പരാമർശങ്ങൾക്കെതിരെ ട്രംപിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ അയാൾ ഓരോ ദിവസവും വീണ്ടും പുതിയ ഭീഷണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് ഇറക്കാനുള്ള ട്രംപിന്റെ ഒരു തന്ത്രമാണ്. നിരന്തരമായ പ്രകോപനവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെന്ന ട്രംപിന്റെ നിർബന്ധവും മൂലം അന്താരാഷ്ട്ര ആണവ കരാറിൽ നിന്ന് തന്നെ ഇറാൻ പിന്മാറുകയാണ് ഉണ്ടായത്. തന്നെയുമല്ല, ഈ ഏജൻസികൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറകൾ അഴിച്ചുമാറ്റി പൂർണ്ണമായും അവരെ അകറ്റുകയും ചെയ്തതോടെ നാറ്റോ സഖ്യത്തിലുള്ള കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ഇറാന് മേൽ മറ്റൊരു ആക്രമണം നടത്തും എന്ന പ്രചാരണം ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. തന്നെയുമല്ല, ഇസ്രായേലിൽ അമേരിക്കയും സഖ്യകക്ഷികളും കൂടുതൽ ആയുധങ്ങളും എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോടിക്കണക്കിന് ഡോളറിന് ആയുധങ്ങളാണ് ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിൽ എത്തിയിട്ടുള്ളത്. ഈ രാജ്യങ്ങൾ യുദ്ധ തയ്യാറെടുപ്പുകൾ തുടങ്ങിയതോടെ ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമണകാരികളായി പ്രഖ്യാപിക്കണമെന്നും യുദ്ധം ആരംഭിച്ചതിന് ഇരു രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തണമെന്നും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും ഈടാക്കി ഇറാന് നൽകണമെന്നും പറഞ്ഞുകൊണ്ട് യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അരാക്ചി കത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം ഇനിയും ഇറാനെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയും മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥ നരകം കാണിക്കും എന്ന ഭീഷണിയും ഖാംനെയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിരന്തരമായ വാക്ക് തർക്കങ്ങളും വെല്ലുവിളികളും ഏത് നിമിഷവും ഒരു യുദ്ധ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് അന്താരാഷ്ട്ര യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഇസ്രായേൽ നെതന്യാഹുവിനെതിരെയുള്ള ജൂതരുടെ പ്രതിഷേധം വർദ്ധിക്കുകയും ഇറാനുമായുള്ള മറ്റൊരു യുദ്ധത്തെ അവർ അനുകൂലിക്കില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ ഒരു യുദ്ധ തടസ്സം എന്ന് വേണമെങ്കിൽ പറയാം. ബന്ദികളെ തിരികെ കൊണ്ടുവന്നേ പറ്റൂ എന്ന നിലപാടിൽ ഈ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ്. തന്നെയുമല്ല, ഹമാസിന്റെയും ഹൂത്തികളുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം വർദ്ധിച്ചത് ഇറാനുമായി ഉണ്ടാകാവുന്ന യുദ്ധത്തിൽ ഇവരിൽ നിന്നുള്ള ആക്രമണം കൂടി തടയേണ്ടി വരുമെന്നുള്ള ബോധവും നെതന്യാഹുവിന്റെ ഉള്ളിലുണ്ട്. അതിനാൽ ബന്ദിമോചനം എത്രയും വേഗം സാധ്യമാക്കാൻ നെതന്യാഹു തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊരു പക്ഷേ ഈ ആഴ്ച, അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് വാസ്തവം. മുഴുവൻ ബന്ദികളെയും മുഴുവൻ പലസ്തീനികളെയും പരസ്പരം കൈമാറുന്ന ഒരു കരാറാവും ഉണ്ടാവുക. തന്നെയുമല്ല, ഹമാസിൽ നിന്നും വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന കാര്യവും കരാറിൽ നെതന്യാഹു നിർബന്ധമായും കൂട്ടിച്ചേർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇറാനുമായി അഥവാ ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ ഹമാസ് ഇറാനെ സഹായിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനു പകരമായി ഗസയുടെ ഭരണം ഹമാസിന് തന്നെ വിട്ടുകൊടുക്കേണ്ട ഗതികേടുമാണ് നെതന്യാഹുവിന്റെ മുമ്പിലുള്ളത്. ഇത്രയും നാൾ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസുകാരെ മുഴുവൻ തൂത്ത് നിശേഷം എല്ലാത്തിനെയും തരിപ്പണമാക്കി കുറേ എണ്ണത്തിനെ വിദേശത്തോട്ടും കയറ്റിവിട്ട് കുറേ പേരെ കൊന്ന് ഞങ്ങൾ ഗസ മുഴുവനായും തന്നെ പിടിച്ചെടുക്കും എന്നൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ ബന്ദികളെ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെയാണ്. ഇപ്പം അതെല്ലാം മാറ്റി. ഹമാസിന് കുഴപ്പമൊന്നുമില്ല, ഹമാസ് ബന്ദികളെ മാത്രം വിട്ടു തന്നാൽ മതി, നിങ്ങളുടെ തടവുകാരെല്ലാം തന്നേക്കാം, ഇനി നമ്മളെ ശല്യം ചെയ്യരുത് എന്നുള്ള ഇതാണ്. അത് ഇറാനുമായിട്ടൊരു യുദ്ധം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹമാസിനെ അവർ നന്നായി തന്നെ ഭയക്കുന്നുണ്ട്. യുദ്ധത്തിനിടെ തന്നെ വലിയ അപകടമാണ് ഹമാസ് ഉണ്ടാക്കിയത്. അതിന് വീണ്ടും തുടരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് നെതന്യാഹു ഒരു കരാറിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഉടനെ സാധ്യമായേക്കും. എന്നാൽ ഇതേസമയം ഇറാനിൽ മൊസാദിന്റെ മുഴുവൻ ചാരപ്രവർത്തനവും അവസാനിപ്പിക്കാൻ ഇറാൻ ഇന്റലിജൻസ് രാജ്യം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. ഇറാന്റെ ഒരു രഹസ്യവും ചോരാത്ത വിധം രാജ്യം സുരക്ഷിതമാക്കുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 700-ലധികം മൊസാദ് ചാരന്മാരെയാണ് ഈ ഇറാൻ പിടികൂടിയിട്ടുള്ളത്. ചിലരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിൽ വർഷങ്ങളായി വർഗശത്രുക്കളായി കഴിഞ്ഞിട്ടും ഇറാനിൽ 10,000-ലധികം ജൂതർ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം ജൂതർ വസിക്കുന്നതും ഇറാനിൽ തന്നെയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിട്ട് പോലും ഈ ജൂതർ അവിടേക്ക് പോകാത്തത് ഇറാൻ മാതൃരാജ്യമായതുകൊണ്ട് മാത്രമല്ല. ഇറാനിൽ അവർക്ക് യാതൊരുവിധ അവഗണനയോ ഒറ്റപ്പെടുത്തലോ മറ്റു ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒന്നുമില്ല. ഇറാന്റെ പോലീസിന്റെയോ അതല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇസ്രായേലിൽ തിരിച്ചാണെന്ന് ഓർക്കണം. അവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർ ഭയന്ന് ഒറ്റപ്പെട്ട രീതിയിലാണ് അവർ കഴിയുന്നത്. ഈ ജൂതർ തന്നെ അവരെ ചിലപ്പോൾ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഇസ്രായേലി ഗവൺമെൻറ് ഭാഗത്ത് അതിന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാകാറുമില്ല.
എന്നാൽ ഇറാനിൽ നേരെ തിരിച്ചാണ്. അവിടെ അവർ സംരക്ഷിക്കുന്നുണ്ട് ജൂതരെ. കേവലം 10,000 പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്രായേലിനുള്ള വൈരാഗ്യം കൊണ്ട് ഇവരെ മുഴുവൻ വേണം ചുട്ടരിച്ച് കളയാം. പക്ഷേ ഇറാൻ ഇന്നേ വരെ അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്ന് ഓർക്കണം. ഇന്ത്യയിലെ 20 കോടിയിലധികമുള്ള മുസ്ലിങ്ങളോട് ഈ മുസ്ലിങ്ങളെല്ലാം സംഖ്യകളുടെ അടുക്കളപ്പുറത്താണ് കിടക്കുന്നത് എന്ന ധാരണയിൽ പാകിസ്ഥാനിലേക്ക് എന്ന് ആക്രോശിക്കുന്നത് പോലെ ഇറാനികൾ അവിടെ ജനിച്ചു വളർന്ന ജൂതരോട് ഇസ്രയേലിലേക്ക് എന്ന് ഒരിക്കലും പറയാറില്ല. ഇത് അന്തസ്സില്ലാത്തതും അന്തസ്സുള്ളതുമായ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. കുവൈറ്റിലും സൗദിയിലും ബഹ്റൈനിലും UAE-യിലുമൊക്കെ കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉന്നത ജോലികൾ വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും കൊടുക്കാതെ അവരെ പരമാവധി ഉപദ്രവിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇതേ വിഭാഗത്തിൽപ്പെട്ടവർ ഉന്നത ജോലികൾ ചെയ്യുന്നതിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് പരാതികളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പറഞ്ഞത്, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംസ്കാരത്തിന്റെ വ്യത്യാസമാണ്. നമ്മുടെ സംസ്കാരം വളരെ തരം താണതാണ് എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ നമ്മൾ പറയേണ്ടത്. അതല്ലെങ്കിൽ ഒരുമിച്ച് വളർന്ന ഒരേ സമൂഹമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കാനും അവരോട് പാകിസ്ഥാനിലേക്ക് എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്ത് അവകാശം? ഇന്ത്യ എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. അല്ലാതെ ആർക്കും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ അത് ഈ വിഭാഗത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇറാനിൽ ഈ ജൂതർ ഇങ്ങനെ ഉണ്ടെങ്കിലും അവരുടെ ജന്മസിദ്ധമായ ഒരു ചാരപ്രവർത്തനം ഇവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ജൂതരുടെ ബ്ലഡിലുള്ളതാണ് ഈ ചാരപ്രവർത്തനം എന്നുള്ളത്. സ്വന്തം മാതൃരാജ്യമായ ഇറാനിലും അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 35-ലധികം ജൂത പുരോഹിതരായ റബ്ബികൾ എന്ന് പറയും, അവരെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 പേരെ മിക്കവാറും തൂക്കിയിടാനുള്ള കുറ്റം ചെയ്തതായി തെളിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇറാന് പിടികിട്ടാനുള്ള ഏറ്റവും വലിയ ചാരൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അല്ലെങ്കിൽ IAEA അതിന്റെ തലവനായ റാഫേൽ ഗ്രോസിയാണ്. ഇയാൾ ആണവ പരിശോധന എന്ന പേരിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവിടെ ആക്രമിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതിനാൽ ഇറാനിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് വിചാരണ ചെയ്ത് വധശിക്ഷ നടപ്പാക്കണമെന്നാണ് ഇറാനിയൻ പത്രങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം വലിയ വിവാദമായതോടെ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവനോ അതിന്റെ പരിശോധകർക്കോ ടെഹ്റാനിൽ നിന്നും യാതൊരുവിധ ഭീഷണിയുമില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസഡർ പറഞ്ഞെങ്കിലും ഭീഷണി ഇറാനിയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് തന്നെയാണ് ഈ യൂറോപ്പും അമേരിക്കയൊക്കെ വിശ്വസിക്കുന്നത്. ഇവന്മാർ പൊതുവെ ഭയമുള്ളവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാളെ കാണുമ്പോൾ ഇവരുടെ കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് തൂക്കിക്കൊല്ലും എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് വേറൊരു ഗുണം ഇറാനുണ്ട്. ഇനി ഒരു ഒറ്റ ഒരുത്തം പോലും ആണവ പരിശോധന എന്ന് പറഞ്ഞ് ഇറാനിലേക്ക് ചാടി കയറി പോകാൻ വേണ്ടി തയ്യാറാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെയും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഇറാൻ പൂർണ്ണമായും അവരുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നതിലൂടെ ഇറാനെ തകർത്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാമെന്ന് കരുതുന്ന ട്രംപിന്റെയും നെതന്യാഹുവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘത്തിന് ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് യാതൊരു ഊഹവും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് കയറിക്കൊടുത്ത് പൂർണ്ണമായ ഒരു പരാജയം ഏറ്റുവാങ്ങാനാണ് വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.